ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് എയർപോർട്ടിലാണ്. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സായിട്ട് ജയ്പൂർ പോകാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. ലക്ഷ്മി ആക്ച്വലി ഹൈദരാബാദ് കണക്ഷൻ എടുത്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദിലോട്ട് വന്നേ. നമ്മൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഇനി ഒരാളും കൂടെ വരാനുണ്ട്, അനുജ കൊച്ചിയിൽ നിന്ന് കയറിയുണ്ട്. വൈകാണ്ട് ഇവിടെത്തും. നമ്മൾ അനുജയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, പക്ഷേ എനിക്ക് വിഷം. അപ്പോൾ ഞങ്ങളത് ഈ ഒരു ഇന്ത്യൻ പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വന്ന് ഞങ്ങൾ ദോശ ഓർഡർ ചെയ്തു. നമ്മുടെ ദോശയാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ദോശ ഉണ്ടാക്കുന്ന ചേട്ടൻ ഹാവിങ് ഫൺ. നമ്മൾ ഇപ്പോൾ ജയ്പൂർ എത്തി. ഞങ്ങളതൊന്ന് ഫ്രഷായി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടെ ഭയങ്കര തണുപ്പ്. ഗൈസ്, നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്രഷായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഓൾഡ് സിറ്റിയിലോട്ട് പോകുന്ന വഴിക്കാണ് പത്രിക ഗേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പത്രിക ഗേറ്റ് കണ്ടിട്ട് നേരെ പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫ്രഷായി. നല്ല തണുപ്പാണ്. एक दिन में जितना हो सके उतना। अच्छा, गाड़ी अरेंज कर रखी है? नहीं, हम लोगों ने थोड़ा आइडिया। നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പത്രിക ഗേറ്റിലെത്തി. ദിസ് ഇസ് പത്രിക ഗേറ്റ്. ഞങ്ങൾ പത്രിക ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പം ഇവിടെ ഇങ്ങനെ 30 രൂപയ്ക്ക് ഫോട്ടോസ് എടുത്തു കൊടുക്കും. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടും അതുപോലെ അകത്ത് നിന്നിട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആ ഫോട്ടോ എടുക്കാം. നമുക്ക് ഫസ്റ്റ് ലക്ഷ്മി നിൽക്കുക. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇത്. ഇപ്പോൾ അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും, ഏർലി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും, പക്ഷെ ഭയങ്കര പീസ്ഫുള്ളാണ്. നല്ല രസമുണ്ട്. ആക്ച്വലി പത്രിക ഗേറ്റ് ജയ്പൂരിൻ്റെ ആർക്കിടെക്ചറൽ കൾച്ചർ സിംബലൈസ് ചെയ്യുന്ന അത് ഷോക്കേസ് ചെയ്യുന്ന ഒരു ഗേറ്റാണ്. അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. പത്രിക ഗേറ്റിൻ്റെ ഈ ഓരോ വാൾസിനകത്തും ഓരോ നമ്മുടെ ഈ ജയ്പൂരിലുള്ള ഹവാ മഹൽ, പിന്നെ ജൽമഹൽ, ഇങ്ങനെ ഓരോരോ ഇതിൻ്റെ പിക്ചേഴ്സും അവർ വരച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് സ്റ്റോറീസ്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ച് കിങ്സ് അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് അവർ ഇങ്ങനെ വരച്ചിട്ടും കാർവ് ചെയ്തെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഈ പത്രിക ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുൾ ജയ്പൂർ സിറ്റീൻ്റെ ഒരു ഹിസ്റ്ററി കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പത്രിക ഗേറ്റ്. ആക്ച്വലി ഭയങ്കര നൈസാണ്. ഞാൻ അകത്തുള്ളത് കാണിച്ചു തരാം. ഫോട്ടോ എടുത്തു. ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പം ആള് എല്ലായിടത്തും വെച്ച് ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മളെ അടുത്ത് കുറേ ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പെർ ഫോട്ടോ 30 റുപ്പീസാണ്. അപ്പം ഞങ്ങൾ നോക്കി ഫോട്ടോ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾ പറയുക ലൈക്ക് 200 സംതിങ് ഫോട്ടോസ് ഉണ്ട്, ഇതിനെല്ലാം കൂടെ 4000 രൂപ അങ്ങനെയൊക്കെ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും വേണ്ട. അതായത് ലാസ്റ്റ് ഞങ്ങൾ കുറേ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്തോന്ന്. എൻ്റെ ഫോട്ടോസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇതിൽ കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ രാവിലെ തന്നെ ജോഗിങ്ങിനും പിന്നെ വാക്കിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. റോളർ സ്കേറ്റിംഗ് അങ്ങനെ കുറേ ചെയ്തുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുന്നൊക്കെ സ്പേസ് പോലെ. പിന്നെ രാവിലെ ഇപ്പം നല്ല തണുപ്പുണ്ട്. പിന്നെ വെയിൽ ലൈക്ക് ചൂടില്ല, പക്ഷെ ചെറുതായിട്ട് വെയിലുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഇതിനകത്ത് ഈ പത്രിക ഗേറ്റിൽ ഫുൾ പ്രാവുകളാണ്. അപ്പോൾ അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ പ്രാവുകൾ ഇങ്ങനെ ഫുൾ ടൈം പറന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ പത്രിക ഗേറ്റിൻ്റെ ഓരോ വാൾസും ഉണ്ടായിരിക്കില്ലേ, അതിനകത്ത് മൊത്തം ഇങ്ങനെ പെയിൻറ്റിങ്സ് ഉണ്ട്, ലൈക്ക് മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ പോലെ. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതേപോലെ കുറേ രാജാക്കന്മാരുടെയും റാണിമാരുടെയൊക്കെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇവിടുത്തെ ഒരു കൾച്ചറൽ ഒരു ഹിസ്റ്ററി കാണിക്കുന്നതായിരിക്കും. അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി തോരൻ ദ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്
ഇത് ആക്ച്വലി ഒരു ജവഹർ സർക്കിൾ എന്നാണ് തോന്നുന്നത് പറയുന്നത്. ആ സർക്കിളിൻ്റെ 2 എൻട്രൻസ് പോലെയാണ്. ഒരു എൻട്രൻസ് പത്രിക ഗേറ്റ്, രണ്ടാമത്തെ എൻട്രൻസ് ആണ് ഈ തോരൻ ദ്വാർ. ഇത് ഫുൾ വൈറ്റിലുള്ള ഒരു, ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് കറക്റ്റായിട്ട് കാണിച്ചു തരാം ബാക്ക് ക്യാമിൽ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. കാരണം ഫുൾ വൈറ്റും ആ വൈറ്റിന് അങ്ങനെ ഒരുപാട് ഫെയ്ഡൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ താഴെ ഉള്ളത് മാർബിളാണ്. കാരണം താഴത്തെ ഭാഗം മാത്രം കുറച്ച് മാർബിൾ ഉണ്ടെന്ന് തോന്നും. അപ്പം നല്ല പ്യുവർ വൈറ്റായിട്ട്, സ്പെഷ്യലി ഈ സൺലൈറ്റ് എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട്. പക്ഷെ സൺലൈറ്റ് ഇതിൻ്റെ മുകളിൽ അടിക്കുന്ന സമയത്ത് ഭയങ്കര റിഫ്ലക്ഷൻ. ആ വൈറ്റ് തന്നെ കുറച്ചും കൂടെ ഒരു അടിപൊളിയായിട്ട് കാണില്ലേ, അങ്ങനെ. ഓട്ടോയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. കറക്റ്റായിട്ടൊരു ഹമ്പ്. ഹലോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗോസ്റ്റ് ഹൗസിലെത്തി. ലൈക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ഡോർമെറ്ററിയിൽ ചെക്ക് ഇൻ ചെയ്തു. ഇന്ന് നമ്മൾ 1 ഡേ ഉള്ളൂ ജയ്പൂർ. സോ നമ്മളിവിടെ ഒരു ഡോർമെറ്ററിയിൽ നിൽക്കാമെന്ന് വെച്ചാൽ ഗോസ്റ്റ് ഹൗസ്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ചെക്ക് ഇൻ എല്ലാം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഡ്രസ്സിൽ കോൺഫിഡൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറഞ്ഞു ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ ഇവിടെ ബാപ്പു ബസാർ ഭയങ്കര ചീപ്പ് മാർക്കറ്റാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ബാപ്പു ബസാറിൽ പോയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഹവാ മഹൽ പോകാം. ഇത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്നും തണുപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ കുറച്ചായിട്ട് ഏറ്റവും തണുപ്പുള്ള ദിവസം എന്നാണ്. അപ്പോൾ കുറച്ച് നല്ലതായിട്ട് തോന്നി. കാരണം നമ്മൾ വന്ന് കറക്റ്റ് തന്നെ വലിയ ലൈക്ക് വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടൊന്നുമില്ല, നല്ല തണുപ്പ് തന്നെയാണ്. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ബാപ്പു ബസാറിൽ വന്നേക്കാം. ഇവിടെ നിന്ന് ഷോർട്ട് കുർത്തി എടുക്കണം എന്ന് വിചാരിച്ചാൽ വന്നേക്കണേ, നോക്കണം. അപ്പോൾ ഇവിടെ ഏർലി മോർണിംഗ് അല്ല, ഒരു 10:30 ആയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഷോപ്സ് തുറന്നിട്ടില്ല. നമ്മളിങ്ങനെ നോക്കി പോവാം. ये सब शॉर्ट कुर्ती है हैंड ब्लॉक। ये चिकनकारी है क्या? वो मटेरियल है, मटेरियल चिकनकारी है, और टाइप है। ये देखो, ये सब शॉर्ट कुर्ती है। और कुछ इसका നമ്മളിപ്പോൾ ബാപ്പു ബസാറിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കാൻ നല്ല വെയിലുണ്ട്. ഇവിടുന്ന് ജൂത്തീസ് മേടിച്ചു, പിന്നെ കോലാപ്പൂരി ചപ്പൽ മേടിച്ചു, അതേപോലെ ഷോർട്ട് കുർത്തി മേടിച്ചു. ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റ് ഭയങ്കര ഓണായി. എന്താ പറഞ്ഞാൽ ഫുൾ എല്ലാ കടകളും ഓപ്പണായി, കുറേ ആൾക്കാർ വന്നു തുടങ്ങി. നമ്മൾ തിരിച്ചിനി നമ്മുടെ സ്റ്റേൻ്റെ അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഹവമഹലിൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കാം. നമ്മൾ ബാപ്പു ബസാർ പോയിട്ട് നേരെ തിരിച്ച് നമ്മുടെ ഗോസ്റ്റ് ഹൗസിൽ വന്നു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഊബർ എടുത്ത് ഇപ്പോൾ നമ്മൾ ഹവാമഹൽ പോകും. പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ സിറ്റി പാലസ്. നമ്മളിപ്പോൾ ഹവാ മഹലിൻ്റെ അടുത്ത് എത്തി. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ, ഭയങ്കര ഹ്യൂജാണ്. നമ്മളിപ്പോൾ ഹവാ മഹലിൻ്റെ ഓപ്പോസിറ്റ് ഇല്ല, ടാറ്റു കഫേൻ്റെ അവിടെ വന്നേക്കുക. ടാറ്റു കഫേൻ്റെ അവിടെ നിന്ന് ഹവാ മഹലിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞു. ആക്ച്വലി ഹവാ മഹലിൻ്റെ തൊട്ട് താഴെ നിൽക്കുമ്പോൾ ഹവാ മഹലിൽ അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വന്നിരിക്കുമ്പോഴാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാറ്റു കഫേൻ്റെ ഈ ലോഞ്ചിലോട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ടാറ്റു കഫേൻ്റെ അകത്ത് കയറി. ഇവിടെ നിന്നുള്ള വ്യൂ ഓഫ് ഹവാ മഹൽ ഇസ് ലൈക്ക് വർത്ത് വാച്ചിങ്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എൻട്രി ഫീസ് 250 rupees ഉണ്ട് പെർ ഹെഡ്. അപ്പോൾ നമ്മൾ ആ 250 rupees കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് റെഡീം ചെയ്യാം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു അത്രയും വ്യൂ ഉണ്ടായിരിക്കുമോ അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ നിന്ന് ഭയങ്കര അടിപൊളി വ്യൂ. ഇത് ലൈക്ക് നമ്മൾ കയറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ മിസ് ചെയ്യുമായിരുന്നു. അത്രയും അടിപൊളി വ്യൂ ആണ്.
മഹലിൽ 953 കിളിവാതിലുകളുണ്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോസ്. ആക്ച്വലി അത് യൂസ് ചെയ്യുന്നത് ഈ പണ്ട് കാലത്ത് ഇവിടുത്തെ മഹാറാണിമാരുണ്ടായിരുന്നില്ലേ പാലസിൽ, ഈ മഹലിലെ റാണിമാർക്ക് പുറത്ത് നടക്കുന്ന ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ ആ വാതിലിലൂടെ നോക്കി കാണാനായിട്ടാണ് ആ കിളിവാതിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് കേട്ടത് ഞാൻ. അത് ഭയങ്കര രസമാണ്. കാരണം ഇതൊരു ബ്രിക്ക് റെഡ്, പിങ്ക് സിറ്റി എന്ന് പേര് വരുന്ന ഒരു ബ്രിക്ക് റെഡ് കളറാണ് മൊത്തത്തിൽ. ഇവിടെ മൊത്തം എല്ലാ ഫുൾ സ്ട്രീറ്റ് അങ്ങനെ. ഞാൻ അതിന് വീഡിയോ ഒക്കെ ആഡ് ചെയ്യാവേ. ഞാൻ വരുന്ന വഴിക്ക് മൊത്തം നമ്മളിങ്ങനെ ബോട്ടിൽ വരുന്ന വഴിക്ക് കുറേ സ്ഥലം തൊട്ടേ ഇങ്ങനെ ഫുൾ ബ്രിക്ക് റെഡ് കളറിലുള്ള മതിൽ പോലത്തെ മതിലുകൾ, ഷോപ്സ് എല്ലാം ബ്രിക്ക് റെഡ് കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിങ്ക് സിറ്റി എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ കിളിവാതിലുകളുടെ ഒക്കെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പോൾ ആ കോൺട്രാസ്റ്റിന് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ ടാറ്റു കഫേയിലേക്ക് ഒരു ലഞ്ച് ടൈമിലാണ് വന്നത്, 1 o'clock ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു വെജ് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ലൈക്ക് സിറ്റി പാലസിലോട്ട് പോകാമെന്ന്. നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത്. ഈ കഫേൻ്റെ ഒരു ആംബിയൻസേ അടിപൊളിയാണ്. ഫുൾ ഇങ്ങനൊരു ഈസ്തറ്റിക് വൈബുള്ള കുറച്ച് എന്താ പറയുക, കുറേ മ്യൂറൽ ആർട്സ്, കുറേ മ്യൂറൽ പെയിൻറ്റിങ്സ്, കുറേ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റേ ടാറ്റു കഫേന്ന് ഇറങ്ങി. ഇപ്പോൾ ഇതിന് തൊട്ടടുത്താണ് സിറ്റി പാലസ്, ലൈക്ക് ഒരു 400 meters. അപ്പോൾ നമ്മൾ വിചാരിച്ച് സിറ്റി പാലസിലോട്ട് നടക്കാം. നമ്മളിങ്ങനെ സിറ്റി പാലസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു. സിറ്റി പാലസിനകത്ത് വന്നു. ഇവർ നമുക്കൊരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മാപ്പ് നോക്കി ഓരോരോ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് കുറച്ച് വലുതാന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ടാണ് പോകേണ്ടത് വലിയ ഐഡിയ. ആക്ച്വലി നമുക്ക് ഗൈഡ് എടുക്കാം. നമ്മൾ ഗൈഡ് എടുത്തിട്ടില്ല. പിന്നെ 2 ടൈപ്പ് ഓഫ് ഉണ്ട്. നോർമൽ ഇത് അത് 300 rupees, പിന്നെ റോയൽ ടൂർ എന്ന് പറയുന്നത് 3000 or 4000 rupees വരുന്നത്. അതിനകത്താണ് നമുക്ക് ബ്ലൂ റൂം പിന്നെ റെഡ് റൂമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് നോർമലാണ്, അതിനകത്ത് ബ്ലൂ റൂം റെഡ് റൂം ഒന്നും ഇല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ആക്ച്വലി കുറച്ച് നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എവറി കോർണർ ഒരു ഫ്രെയിം പോലെയാണ്. പക്ഷെ നല്ല വെയിലുണ്ട്. സൺലൈറ്റ് സൺകിസ്ഡ് എന്ന് പറയുന്ന പോലെ നല്ല വെയിലുണ്ട്. പക്ഷെ അത്ര ചൂടില്ല, അതാണൊരു മെറിറ്റ് എന്ന് പറയുന്നത്. അത്ര ചൂടില്ല, തണുപ്പുണ്ട്. സിറ്റി പാലസ് കണ്ടു. പക്ഷെ 300 rupees വർത്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര തോന്നിയില്ല. കാരണം നമുക്ക് ഈ ബ്ലൂ റൂം അവിടുത്തെ അട്രാക്ഷൻസ് ഒന്നും നമുക്ക് ആക്സസ് ഇല്ല ആ ടിക്കറ്റ് വെച്ച്. അപ്പോൾ അത്ര ഒരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് മ്യൂസിയം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ലൈക്ക് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ആയിട്ട്. അപ്പം അതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. നമ്മളിപ്പോൾ എങ്ങനെ പോകണം? അപ്പം നമ്മൾ പുറത്തിറങ്ങി മറ്റേ ടുക്ക് പോലത്തെ ഓട്ടോ ഇല്ലേ, ടുക്ക് പോലത്തെ ഓട്ടോയിൽ കയറി ഇപ്പം നമ്മൾ ഗാട്ടോ കി ചാത്രിയാൻ അവിടെ പോവുക. അത് സിറ്റി പാലസിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ അങ്ങനെ എന്തോ ഇവർ പറഞ്ഞു. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് നല്ല അടിപൊളി സ്ഥലം പോലെ തോന്നിയിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ പോവാമെന്ന്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടുക്ടുക്കിൽ നമ്മൾ കയറി പോയ വഴിക്ക് നമ്മൾ തിരിച്ചു പോകണം. എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ജന്തർ മന്ദിർ കുറച്ച് ഓപ്പോസിറ്റാ. പക്ഷെ ജന്തർ മന്ദിർ നിങ്ങൾ എന്താ പറഞ്ഞ അത്ര പോയി
ഗാത്യോക്കി ചാത്രിയാനിലാണ് ഉള്ളത്. കുറച്ച് നേരം ഇവിടെ നമ്മളിങ്ങനെ റീൽസൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. അത് വരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പന്ന മീനൊക്കെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുൾ ഒരു മൈതാനം പോലെ, മൈതാനമല്ല, ഒരു പാർക്ക് പോലെ ഇങ്ങനെയുണ്ട്. ഇതാണ് അവിടുത്തെ ആ ഒരു മോണ്യുമെൻ്റ്, ഒരു ഗോപുരം പോലത്തെ സംഭവം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാനായി കുറേ നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നല്ല രസമായിട്ട്, ഭയങ്കര പീസ്ഫുൾ. കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ആൾക്കാർ വരുന്നതും ഭയങ്കര അങ്ങനെ ഒരുപാട് ബഹളമൊന്നും വെക്കാണ്ട് ഇങ്ങനെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നത്. അപ്പം ഞങ്ങളും ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ഗാത്യോക്കി ചാത്രിയിൽ ഇറങ്ങി. ഇപ്പോൾ നമ്മളതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ വന്നേക്കാം. മറ്റേ മഡ്ക അല്ലേ, ലൈക്ക് ഒരു മണ്ണിൻ്റെ ഗ്ലാസ്, അതിനകത്ത് ചായ കുടിക്കാൻ എല്ലാവരും കുടിക്കുന്നതാണ്. ഇവിടെ എല്ലാവരും മടുക്കനകത്ത് ചായ കുടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൊതി കൊണ്ട് ചായൻ്റെ അത്ര ഫേവറേറ്റ് അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അതിനകത്ത് കുടിക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് മേടിച്ച് ആ കടയുടെ സൈഡിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. മക്ക ചായ റെഡി. ഞാനത് കുടിച്ച് നോക്കട്ടെ. ഏലക്ക ഇട്ട ചായ റെഡി. ആ പൊള്ളുന്നു. എങ്ങനെയുണ്ട് കുടിച്ചാ? മനസ്സിലാവുന്നില്ല വീഡിയോ ഭയങ്കര സൂപ്പർ. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് പന്ന മീനാക്ക കൊണ്ട് കാണാനാണ്. ഞാനിവിടെ വരുമ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു ഈ സ്ഥലം കാണാനായിരുന്നു. മറ്റേ പഹലി മൂവിയൊക്കെ കണ്ടിട്ട് അതിനകത്തുള്ള ഈ സ്റ്റെപ്പ് വെല്ല് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ. കൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ ജൽമഹൽ കാണാൻ ഇറങ്ങണമെന്ന് വിചാരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓൾറെഡി രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ നമ്മുടെ സ്റ്റേയുടെ അവിടെ വന്ന് നമ്മൾ ഗോ സ്റ്റോപ്സിലായിരുന്നു. നമ്മൾ വൺ ഡേ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ജയ്പൂരിൽ. അപ്പോൾ ഞങ്ങൾ ഗോ സ്റ്റോപ്സിലായിരുന്നു റൂം എടുത്തത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി നമുക്ക് ബസ്സുണ്ട്, നമ്മളതിൽ പോവും. ബാപ്പു ബസാർ നമ്മൾ മോർണിംഗ് പോയില്ലേ, പറ്റുകയാണെങ്കിൽ അവിടെ ഒന്നും കൂടെ പോകണം. അല്ലെങ്കിൽ ഹവാമഹലിൻ്റെ അടുത്ത് ഇങ്ങനെ ഫുൾ സ്ട്രീറ്റാണ്. ഞാൻ കാണിച്ച വീഡിയോയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹവാമഹലിൻ്റെ അവിടെ രാവിലെ പോയപ്പോൾ. പിന്നെ ഹവാമഹൽ രാത്രിയിൽ ലൈറ്റ് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവിടെയും കൂടെ പോകാമെന്ന്. എന്നിട്ട് ഹവാമഹലിൻ്റെ അവിടുത്തെ സ്ട്രീറ്റ് നല്ല. പിന്നെ എനിക്ക് മറ്റേ ജയ്പൂരിൻ്റെ ഈ സോവനിയർ ഉണ്ടായിരിക്കില്ല, അതെന്തെങ്കിലും മേടിക്കണം, ലൈക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനെ എന്തെങ്കിലും മേടിക്കണം എന്നുണ്ട് ഒരു മെമ്മറിക്ക്. അപ്പോൾ അത് നോക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് കുർത്ത എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ സ്ട്രീറ്റിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓരോരുത്തർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇത് ഞങ്ങൾ ബസ് കയറുന്നേക്കാൾ മുന്നേ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കയറിയതാണ്. നമ്മളെല്ലാവരും നല്ല ഡിന്നറെല്ലാം കഴിച്ച് പിന്നെ ബസ്സിൽ കയറി. ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് വ്ളോഗ്.